ഹായ് ഓൾ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റെയിൽവേയുടെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 1-ാം തീയതിയാണ്. അപ്പം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു റീസണിങ്ങിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പം ഗ്രൂപ്പ് ഡി എക്സാമിന് ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. മാർച്ച് 1-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം റെയിൽവേയിലേക്ക് നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് റീസണിങ്ങിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റീസണിങ് എങ്ങനെ നമുക്ക് പഠിക്കാം, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കാം. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ നോക്കി കാണും. അപ്പം നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിനാണെങ്കിൽ സയൻസിൽ നമുക്ക് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് ആണ് ചോദിക്കുന്നത്. മാത്സിനാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ 25. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ്. ഇനി റീസണിങ് നമുക്ക് ആകെ 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് വരുന്നത്. ഓക്കെ, 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് രണ്ടോട് ചേർത്ത് 20 ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം, ഓരോ സബ്ജക്ട് വൈസ് എടുക്കുമ്പോൾ റീസണിങ്ങിനാണ് ക്വസ്റ്റ്യൻ എണ്ണം കൂടുതലുള്ളത്. ഓക്കെ, 30 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് റീസണിങ്ങിന് വരുന്നത്. അപ്പം ആകെ നമ്മുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്. ഈ 100 മാർക്സിൽ 30 മാർക്ക് എന്ന് പറയുമ്പോൾ അതൊരു അപ്പൊ റീസണിങ്ങിന് വലിയ പ്രാധാന്യം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സയൻസും GK രണ്ടും കൂടെ കമ്പനി എടുത്താൽ 45 ക്വസ്റ്റ്യൻ വരും. എന്നാൽ തന്നെ റീസണിങ്ങിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ റീസണിങ്ങിന്റെ ആ ഒരു സിലബസ് നന്നായിട്ട് പഠിച്ച് റീസണിങ്ങിന് നിങ്ങൾ ഫുൾ മാർക്കും, അതായത് 30-ൽ 30 മാർക്കും സ്കോർ ചെയ്യാനുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ദിശ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. റീസണിങ്ങിന് നമുക്ക് എങ്ങനെ ആ റീസണിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ള നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ദിശ അക്കാഡമി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ടർബോ എന്ന് പേരിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അതേപോലെ മോക്ക് ടെസ്റ്റ്, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പം ഈ ടർബോ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ഇതിപ്പോ റീസണിങ്ങിന് വേണ്ടി മാത്രമല്ല, മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമുക്ക് പ്രിപ്പറേഷൻ്റെ ഒരു കോമൺ സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, അതിപ്പോ ഏത് എക്സാം ആണെങ്കിലും ഏത് ടോപ്പിക് ആണെങ്കിലും എന്ത് ചെയ്യുക, അതിന്റെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, അതാണ് ആ സിലബസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണോ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഏത് എക്സാം ആണെങ്കിലും അതിന്റെ സിലബസ് എന്താണെന്ന് ആദ്യമേ നോക്കുക. ദെൻ അതിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അപ്പം ഗ്രൂപ്പ് ഡിയെ പറ്റി പറയുകയാണെങ്കിൽ, റീസണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് YCTയുടെ ഒരു ബുക്ക് അവൈലബിൾ ആണ്, YCTയുടെ റീസണിങ്. അപ്പൊ ഇതിനകത്ത് ഈ ബുക്കിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്രൂപ്പ് ഡിയുടെ മാത്രമല്ല റെയിൽവേയുടെ നമുക്ക് അവസാനം കഴിഞ്ഞ എല്ലാ എക്സാമിന്റെയും റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ YCT റീസണിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും അല്ല കടകളിലാണെങ്കിലും അവൈലബിൾ ആണ്. പക്ഷെ ഇതിനകത്ത് ഗ്രൂപ്പ് ഡിയുടെ മാത്രമല്ല എല്ലാ എക്സാമിന്റെയും, അതായത് RPF, അതേപോലെ റെയിൽവേ നടത്തുന്ന NTPC, ഇതിന്റെ എല്ലാം ALP എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ ഗ്രൂപ്പ് ഡി എഴുതുന്നവർ മിക്കവാറും +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ബാക്കിയുള്ള എക്സാമുകൾ എഴുതുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എന്തായാലും ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കണം. ഇനി ഒരു പക്ഷേ 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ഉള്ളൂ എന്ന് കരുതി നിങ്ങളത് വാങ്ങിക്കാതിരിക്കേണ്ട. നിങ്ങളും എന്ത് ചെയ്യുക, ആ ഒരു അതിന്റെയും കൂടെ റീസണിങ് കവർ ചെയ്യുക. കാരണം നമുക്ക് ക്വസ്റ്റ്യന്റെ ലെവൽ ഇതെല്ലാത്തിനും ഏകദേശം ഒരേപോലുള്ള സിലബസ് തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലത് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ YCTയുടെ ബുക്കുണ്ട്, ദെൻ പിന്നക്കിളിന്റെ ബുക്കുണ്ട്. പിന്നക്കിളിന്റെ അതുപോലെ തന്നെ റീസണിങ് എല്ലാ എക്സാമിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അതേപോലെ കിരൺ പബ്ലിക്കേഷൻസിന്റെ ഉണ്ട്. ഓക്കെ, കിരൺ പബ്ലിക്കേഷൻസിന്റെ ബുക്ക് അവൈലബിൾ ആണ്. ഇനി ഗ്രൂപ്പ് ഡിയുടെ മാത്രമായിട്ടുള്ള ബുക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റീസണിങ്ങിന് ഗ്രൂപ്പ് ഡിയുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ടുള്ള ബുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ എക്സാമിന്റെയും കൂടെ റീസണിങ് പഠിക്കുന്നതിനാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഈ 3 ബുക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെയും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെയും ബുക്സ് ഉണ്ട്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് നിൽക്കുന്ന, YCT തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. സ്റ്റഡി മെറ്റീരിയൽസ് ബുക്സ് മാത്രമല്ല
അതേപോലെ ഓൺലൈനായിട്ട് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് വഴിയും അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടും, PDF അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റിന്റെ PDF കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതെല്ലാം നമുക്ക് എവിടെ നിന്നെല്ലാം സോഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ടെലഗ്രാം ആണെങ്കിലും അതേപോലെ യൂട്യൂബ് ആണെങ്കിലും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇന്ന് എല്ലായിടത്തും നമുക്ക് കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് പണ്ടത്തെ കൂട്ടല്ല, ഇപ്പൊ ഇഷ്ടം പോലെ നമുക്ക് സോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം അതെല്ലാം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അടുത്ത എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ സിലബസ് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പഠിച്ചു തുടങ്ങുക, അതായത് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒന്ന് പഠിക്കുമല്ല, അപ്പം ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുമ്പം നമുക്ക് ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പൊ റീസണിങ് എടുക്കുമ്പോൾ റീസണിങ്ങിനകത്ത് നമ്മൾ ആദ്യം കോഡിംഗ് ഡീകോഡിംഗ് കവർ ചെയ്യുന്നു, ബ്ലഡ് റിലേഷൻ കവർ ചെയ്യുന്നു. അങ്ങനെ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാം നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പഠിക്കുക. അപ്പൊ ടോപ്പിക് എല്ലാം നമ്മൾ ഒരുപോലെ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അതേ എക്സാമിന്റെ തന്നെ മുൻപ് നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കളക്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ചെയ്ത് പഠിക്കുക. അത് 2 or 3 തവണയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് പഠിച്ച് നോക്കുക. അപ്പൊ അത് കഴിയുമ്പം റിവിഷൻ നമ്മൾ PSC ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടല്ല, ഇതിനോടൊപ്പം ചെയ്യേണ്ട കാര്യം തന്നെ. ടോപ്പിക് വൈസ് ലേണിംഗ് നടത്തുമ്പോൾ തന്നെ നമ്മൾ അതിനൊപ്പം ചെയ്യേണ്ട കാര്യം തന്നെയാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പം റിവിഷൻ നമ്മൾ ഒരു പ്ലാനിങ്ങിൽ പോകണം. നമ്മൾ ഒരാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ ശനിയോ ഞായറോ വരുന്നത് വീക്കെൻഡ് ഇരുന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ റിവിഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് അത് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പഠിക്കുമ്പോഴാണ് നമുക്ക് അത് ഓർത്തിരിക്കാൻ പറ്റുന്നത്. അപ്പം ഡിഗ്രിക്ക് വേറെ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ ഹിസ്റ്ററിയും അങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ റീസണിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ റീസണിങ്ങിനകത്ത് നമുക്ക് കോഡിംഗ് ഡീകോഡിംഗ് അനലോഗ് അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറയാം. അപ്പൊ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ദിശ അക്കാഡമിയുടെ തന്നെ ഒരു ആപ്പ് അവൈലബിൾ ആണ്. അതിനോടൊപ്പം അല്ലാതെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക്, ഒലിവ് ബോർഡ് തുടങ്ങിയ ആപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു എക്സാമിന് എങ്ങനെ എഴുതി ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആ ഒരു എക്സാമിന് ആ ഒരു ടൈമിനനുസരിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ. ഇപ്പൊ നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പൊ ആ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് 1.5 മണിക്കൂറാണ് നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ടൈം വരും. അപ്പൊ 1.5 മണിക്കൂറിനുള്ളിൽ 100 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്താലേ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ഇതിപ്പം റീസണിങ്ങിന് എന്നുള്ളതല്ല, ഏത് സബ്ജക്ട് എടുത്താലും അല്ലെങ്കിൽ ഏത് എക്സാം എടുത്താലും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഇത് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സാം ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സിലബസിനെ പറ്റി പറയാണ്. റീസണിങ്ങിന്റെ സിലബസ് ആണ് ഞാൻ പറഞ്ഞത്. റീസണിങ്ങിന്റെ സിലബസിനകത്ത് അനലോഗി. ഓക്കെ, അനലോഗി എന്ന് പറയുമ്പോൾ എന്താണ്, സിമിലാരിറ്റി ആണ്. 2 കാര്യങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി വെച്ചിട്ട് അടുത്ത് കണ്ടുപിടിക്കുക. ദെൻ കോഡിംഗ് ഡീകോഡിംഗ്, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷൻ അതിനകത്ത് വരുന്നത്. ജംബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, ഡേറ്റ സഫിഷ്യൻസിയും ഡേറ്റ ഇന്റർപ്രിട്ടേഷനും. ഓക്കെ, കുറച്ച് ഡേറ്റ വന്നിട്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാം. ഡേറ്റ സഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കുറച്ച് ഡേറ്റ തരും, അതിൽ ഏതൊക്കെ ഡേറ്റ ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്, സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ അനലോഗി തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡ് വൺ ഔട്ട് എന്ന് പറയാം. ഓക്കെ, ഓഡ് വൺ ഔട്ട്. ക്ലാസിഫിക്കേഷൻ അത് തന്നെയാണ്. ക്ലാസിഫിക്കേഷനും ഓഡ് വൺ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ് ആൻഡ് അസംഷൻ. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്, അതേപോലെ സ്റ്റേറ്റ്മെന്റ്, കൺക്ലൂഷൻ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട് ഇപ്പം ഇവിടെ നാണ്ട് വരുന്നുണ്ട് കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇതെല്ലാം കൂടെ അനലിറ്റിക്കൽ റീസണിങ്. ഇതെല്ലാം നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ് എന്നൊരു കോമൺ ആയിട്ട് പറയാം. ക്രിട്ടിക്കൽ റീസണിങ് എന്ന് കോമൺ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഒരു തിങ്കിങ് സ്കില്ലാണ്. അവർ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയും, അതിൽ നിന്ന് നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു കോമൺ ഏരിയ ആയിട്ട് പറയാം. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം ഒരൊറ്റ ടോപ്പിക്കിന് അണ്ടറിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്ന ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, സിലോജിസം, വെൻ ഡയഗ്രാം, വെൻ ഡയറക്ഷൻ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ച് റീസണിങ്ങിനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മൾ ആ കോഴ്സിനകത്ത് ഈ ഒരു ടോപ്പിക് വൈസായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കവർ ചെയ്യും. അത്
നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാം. നമ്മൾ ടോപ്പിക് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അതിൽ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ റീസണിങ്ങിന്റെ സിലബസ് ഉള്ളത്. ഓക്കെ, ഇനി റീസണിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. അപ്പൊ ഈ ഒരു 30 മാർക്ക് എന്നുള്ള ആ ഒരു ടാർഗറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. 30 റീസണിങ്ങിൽ 30ൽ 30 വാങ്ങിക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് തന്നെ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. ഒരു ടോപ്പിക്ക് പോലും കവർ ചെയ്യാതിരിക്കരുത്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് തന്നെ പഠിക്കുക റീസണിങ് എല്ലാം. കാരണം ആ 30 മാർക്കും വാങ്ങിക്കുന്നവരുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 30 മാർക്കും വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ഉണ്ട്. അപ്പൊ ആ ഫിസിക്കലോട് കഴിഞ്ഞാണ് നമ്മൾ ഫൈനൽ സെലക്ഷൻ ആവുന്നത്. അപ്പൊ ആ ഫിസിക്കലിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എക്സാമിന് മാക്സിമം മാർക്ക് വാങ്ങിക്കുക. കാരണം ഫിസിക്കലിനും കൂടുതൽ ക്വാളിഫൈ ചെയ്യുമ്പോൾ അവരെന്താണ് നമ്മുടെ എക്സാമിന്റെ മാർക്ക് തന്നെയാണ് ആർക്കാണ് കൂടുതലെന്നാണ് നോക്കുന്നത്. അപ്പൊ എക്സാമിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നതിന് മാക്സിമം മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നോക്കണം. അപ്പൊ റീസണിങ് അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. 30 എന്നുള്ള ടാർഗറ്റോടെ തന്നെ പഠിക്കുക. ഇനി റീസണിങ്ങിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ. അതിന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇതിന്റെ ആവശ്യം വരുന്നത്, അനലോഗി, അതേപോലെ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്. ഈ ടോപ്പിക്കിനകത്ത് ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു ABCയുടെ പൊസിഷൻ വാല്യൂവിന്റെ ആവശ്യം വരും. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇവിടെ എഴുതുന്ന ഒരു രീതി നിങ്ങൾ നോക്കിയേ, A മുതൽ M വരെ ഒരു റോയിൽ എഴുതിയിട്ട് N മുതൽ Z വരെ അതിന്റെ താഴത്തെ റോയിലാണ് എഴുതുന്നത്. എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? ഇവിടെ നമുക്ക് ആകെ ആൽഫബറ്റിനകത്ത് എത്ര അക്ഷരമാണുള്ളത്? 26 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പൊ 26 ലെറ്റേഴ്സ് ഉള്ളപ്പം അതിന്റെ പകുതി എത്രയാണ്? 13. അപ്പൊ 13 ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു ലെറ്ററിന് ഒരു ലെറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് ഇപ്പൊ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരാണ്? ഇസഡ് ആണ്. ജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരാണ്? അങ്ങനെ ഓരോ അക്ഷരത്തിനും ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളുണ്ട്. എമ്മിന് ഓപ്പോസിറ്റ് ആരാന്ന് ചോദിച്ചാൽ എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇപ്പൊ എഴുതുന്നത് എങ്ങനെയാണ്? M വരെ എഴുതിയിട്ട് N മുതൽ ഓരോ അക്ഷരത്തിന്റെ താഴെ തന്നെ എഴുതണം. മനസ്സിലാവും? ഓരോ അക്ഷരത്തിന്റെ നേരെ താഴെ തന്നെ എഴുതി പോകണം. അങ്ങനെ വരുമ്പോൾ അവസാനം എയുടെ താഴെ ഇസഡ് വരും. ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് ചോദിച്ചാൽ നമുക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഓപ്പോസിറ്റ് അക്ഷരങ്ങളെ കണക്ട് ചെയ്തുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അതായത് അവരിപ്പം ഡിക്ക് പകരം W വന്നു, അങ്ങനെയാണെങ്കിൽ ഐക്ക് പകരം എന്ത് വരും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാണ് W. അപ്പൊ ഐയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ്? ആറാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അന്നേരം എഴുതുമല്ല, നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും. എക്സാമിന് ചെന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ ഒരു ഷീറ്റ് തരും. അപ്പൊ ആ ഷീറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഈ A മുതൽ Z വരെ ഇങ്ങനെ എഴുതി വെക്കുക. A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഇനി അത് എന്തും കൂടെ ചെയ്യണം, നമ്പർ കൂടെ ചെയ്യണം. അപ്പൊ ഈ നമ്പർ ചെയ്യുന്നത് എന്തിനാണ്? ഇങ്ങനെ എഴുതുന്നത് നമുക്ക് എന്തിനാണ്? ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ്. ഇനി നമ്പർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ക്വസ്റ്റ്യനകത്ത് പറയാണ് X എന്നുള്ളത് L ആയി, അങ്ങനെയാണെങ്കിൽ P എന്നുള്ളത് എന്താവും? അത് ചോദിക്കുമ്പോൾ Hന്റെ ഓപ്പോസിറ്റ് അല്ല L. അപ്പൊ അവർ തമ്മിൽ എന്താണ് വരുന്നത്? അവർ തമ്മിൽ ഇത്ര അക്ഷരം കൂടി വരും അല്ലെങ്കിൽ കുറഞ്ഞു വരും. അപ്പൊ ആ കൂടി വരുന്നതും കുറഞ്ഞു വരുന്നതും നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പൊസിഷൻ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ 1, 2, 3 എന്ന് എഴുതുമ്പോൾ 13 കഴിഞ്ഞ് 14 ഇവിടെയാണ് എഴുതേണ്ടത്. 14 ഇവിടെ എഴുതരുത്. 14 എഴുതിയിട്ട് 26ാമത്തെ അക്ഷരമായിട്ടാണ് Z വരേണ്ടത്. ആ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ X എന്ന് പറയുമ്പോൾ 8 ആണ്. ഓക്കെ, L എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ എത്രയാണ് കൂടുന്നത്? 4 കൂടിയാണ് വരുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെയും പെട്ടെന്ന് എന്ത് ചെയ്യാം? 4 കൂട്ടിയിട്ട് എടുക്കാം. P 16, 16, 4, 20. അപ്പൊ T വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊസിഷൻ വാല്യൂ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പൊസിഷൻ വാല്യൂ എഴുതിയിട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇനിയിപ്പം പൊസിഷൻ വാല്യൂ എഴുതാതെ വേണം നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ ഇപ്പം X എങ്ങനെ L ആയ നോക്കുമ്പോൾ H കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എണ്ണി നോക്കിയാൽ 1, 2, 3, 4 കൂടി എന്ന് പറയാം. അപ്പം ചില കേസ് നമുക്ക് ഇങ്ങനെ എണ്ണാൻ എളുപ്പമല്ല. അപ്പം H-ഉം 6-ഉം ആണ് തരുന്നത്, നമുക്ക് എണ്ണാൻ ഇത്ര സമയം വേണം. അതേസമയം H-ന്റെ വാല്യൂ 8 ആണെന്നും 6-ന്റെ വാല്യൂ 18 ആണെന്നും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് 10 ആണ് കൂടുതൽ മനസ്സിലാവും. അല്ലാതെ അവിടെ ഇങ്ങനെ 1, 2 എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം പോകും. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അതിന്റെ പൊസിഷൻ വാല്യൂ എഴുതുന്നത്. 1, 2, 3 എന്നുള്ള അതിന്റെ പൊസിഷൻ വാല്യൂ എഴുതുക. അപ്പൊ 1 മുതൽ 26 വരെ പൊസിഷൻ വാല്യൂ കൊടുക്കുക. ഈ രീതിയിൽ എഴുതുക. അപ്പൊ ഇത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അനലോഗി, അതേപോലെ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഈ ടോപ്പിക്കുകളൊക്കെ ചെയ്യുമ്പോൾ
ഇതിന്റെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞത്. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ സീരീസ്, നമ്പർ സീരീസ്, അതേപോലെ നമ്പർ അനലോഗിയുടെ തന്നെ നമ്പർ ബേസ്ഡ് ആയിട്ടും നമ്പർ അനലോഗി, ഇതൊക്കെ വരുമ്പം നമുക്ക് മാത്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ പറയും ടേബിൾ കാണാൻ പഠിക്കണം. അപ്പൊ ഈ ടേബിൾ കാണാതെ പഠിക്കുന്നതും അതേപോലെ സ്ക്വയർ നമ്പർ കാണാതെ പഠിക്കുന്നതും ക്യൂബ് നമ്പർ പഠിക്കുന്നതും പ്രൈം നമ്പർ പഠിക്കുന്നതും നമുക്ക് റീസണിങ്ങിനും ആവശ്യമാണ്. ക്ലിയർ ആയോ? അപ്പൊ മാത്സ് ഒട്ടും അറിയാതെ റീസണിങ്ങിന് ഫുള്ള് സ്കോർ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാത്സുമായിട്ട് നമുക്ക് ടച്ച് വേണം. ഓക്കെ, മാത്സിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സീരീസിനകത്ത് നമ്പർ അനലോഗി തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റീസണിങ്ങിൽ ആവശ്യമാണ്. അപ്പൊ ടേബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ 20 വരെയുള്ള നമ്പേഴ്സിന്റെ ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ മാത്സിനകത്ത് അത് പറയും. മാത്സിനകത്ത് പഠിക്കുന്ന നമുക്ക് ഇവിടെ കൂടെ ആവശ്യമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ മാത്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. അത് റീസണിങ്ങിന് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നാട് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ സ്ക്വയർ നമ്പർ ആണെങ്കിലും കുറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യും, 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാതെ പഠിക്കുക. ക്യൂബ് നമ്പർ ആണെങ്കിൽ കുറഞ്ഞ ഒരു 15 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് കാണാതെ പഠിക്കുക. പ്രൈം നമ്പേഴ്സ് നിങ്ങൾ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് റീസണിങ്ങിനും ആവശ്യമാണ്. മനസ്സിലായി? റീസണിങ്ങിനും ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ള നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ റീസണിങ്ങിന് നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇപ്പം ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാണ്. ഇവിടെ ഗ്രൂപ്പ് ഡിക്ക് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. എന്താണ് ഈ ഞാൻ ABC ഒക്കെ എഴുതേണ്ട ആവശ്യം എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ലിക്വിഡ് എന്നുള്ള ഇങ്ങനെ വന്നെങ്കിൽ സ്പേസ് എന്നുള്ളത് എന്ത് വരും? ഓക്കെ, ഇപ്പൊ ലിക്വിഡ് എന്നുള്ളത് നോക്കിയേ, LIQUID. ഇത് വന്ന എന്താണ്? PMUYMH. ഓക്കെ, ഇങ്ങനെ വന്നുവെങ്കിൽ ഇതേപോലെ സ്പേസ് എന്നുള്ളത് എന്ത് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. സ്പേസ് എന്നുള്ളത് എന്ത് വരുമെന്നാണ് ഫൈനലി കണ്ടുപിടിക്കാൻ. നോക്കിയേ, LPI. നോക്കിയേ, LP നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടെ ഓരോ അക്ഷരത്തിന്റെ നേരെ ഓരോ അക്ഷരം വന്നിരിക്കുന്ന രീതിയിലല്ല, ഓരോ അക്ഷരത്തിന്റെ നേരെ ഓരോ അക്ഷരം വരുന്ന രീതി നമ്മൾ നോക്കാം. അപ്പൊ നോക്കിയേ, L എങ്ങനെ P ആയി, I എങ്ങനെ M ആയി, ഇതാണ് നോക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ അതേ പാറ്റേണിൽ നമുക്ക് ഇതിനെ കണ്ടുപിടിച്ചാൽ നോക്കിയേ, LP ആയെന്ന് പറയുമ്പോൾ Lന്റെ വാല്യൂ 12 ആണ്, Pയുടെ വാല്യൂ 16 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ എണ്ണി നോക്കാം. പക്ഷെ നല്ല ദൂരം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ എണ്ണാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, 12, 16 ആയി. 12, 16 എന്ന് പറയുമ്പോൾ എന്താണ്, 4 കൂടും. അപ്പൊ ഇവിടെ +4 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി IM എന്ന് പറയുമ്പോൾ I9 എന്ന് പറയുന്നത് അവിടെ എന്താണ് +4 തന്നെ. QU എന്ന് പറയുമ്പോൾ Q17 U അവിടെ +4 തന്നെയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ് +4 വെച്ചാണ് വരുന്നത്. U 21, Y 25 അവിടെ +4 ആണ്. ഇപ്പൊ എല്ലാം +4 ആണ് വരുന്നത്. I9 അവിടെ +4 ആണ്. DH D4 H8. ഇപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ എല്ലാം +4 ആണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന സ്പേസ് എന്ത് ചെയ്യുക, എല്ലാത്തിനും +4 എന്ന് കൊടുക്കുക. അതിനനുസരിച്ച് ആൻസർ എടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ വാല്യൂ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. എക്സാമിന് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഷീറ്റിൽ നിങ്ങൾ അത് ആദ്യമേ എഴുതുക. ഓക്കെ, S+4 19, 4, 23. 23 പറയുമ്പോൾ W. അപ്പൊ ആദ്യം W വരും. ഓക്കെ, P+4 P 16, 16, 4, 20. ഇപ്പൊ WT. ഓക്കെ, A+4 1, 4, 5 WTE. C+4 3, 4, 7. ഇപ്പൊ G വരും. E+4 E 5, 5, 4, 9 I. WTEGI. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഗ്രൂപ്പ് ഡിക്കാണ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതൊക്കെ ചെയ്യാനാണ് നമുക്ക് ഈ ഒരു പൊസിഷൻ വാല്യൂന്റെ ഒക്കെ ആവശ്യം വരുന്നത്. ഇത് കൂടാതെ പൊസിഷൻ വാല്യൂ എഴുതുന്ന കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ, അതുപോലെ ടേബിൾ, പ്രൈം നമ്പർ, ഇതെല്ലാം ഇതിനെപ്പറ്റി എല്ലാം നല്ലൊരു ധാരണ വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ ഇത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പം റീസണിങ്ങിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ചില സൈറ്റുകളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണാം. റീസണിങ്ങിന്റെ സിലബസ് പറയുമ്പോൾ അതിനകത്ത് വെർബൽ റീസണിങ് എന്നും നോൺ വെർബൽ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കാണാം. അപ്പൊ അതെന്താണെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉള്ളവർ കാണും. ഓക്കെ, അത് പ്രത്യേകിച്ചൊന്നുമല്ല. ഇപ്പൊ വെർബൽ എന്ന് പറയുമ്പോൾ ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്നതാണെന്ന് പറയും. അതായത് ബ്ലഡ് റിലേഷൻ, അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വെർബൽ ആണെന്ന് പറയാം. ഈ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അവിടെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഡൈസ്,
അതേപോലെ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നോൺ വെർബലി വരുന്നത്. അതായത് അവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊന്നുമില്ല, ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനനുസരിച്ച് വരുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനാണ് നോൺ വെർബലി വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിക്കായിട്ട് ഇനിയും അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പം ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സ് ജോയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.